അടുത്തത് പഠിക്കുന്നത് ട്രീനെ കുറിച്ചാണ്. അപ്പോൾ ട്രീ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നോൺ ലീനിയർ ഹൈറാർക്കിയൽ ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമുക്കറിയാം ട്രീയുടെ മോഡൽ. ട്രീയുടെ പ്രത്യേകത എന്താ? സാധാരണ ഗതിയിൽ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ട് വളരുക എന്നാണ് ശരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് മറ്റേ ട്രീയിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്ന എന്താണ്? ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ടാണ് ഇത് ഗ്രോ ചെയ്ത് വരുന്നത്. ഒരു ഹൈറാർക്കിയൽ മാനറാണ് ട്രീ എന്ന് പറയുന്നത്, ട്രീ എന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കാണുന്ന ഈ ഓരോ സർക്കിൾ എന്ന് പറയുന്നതും എന്താണ്? നോഡാണ്. അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് നോഡ്സും അതുപോലെ എന്താണ് അതിനെ കണക്ട് ചെയ്യുന്ന ഓരോ എഡ്ജും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ഒരു ട്രീ എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റഡ് ആവാം അല്ലെങ്കിൽ അൺഡയറക്റ്റഡ് ആവാം. അതായത് ഡയറക്ഷൻ ഉള്ളതാവാം അല്ലെങ്കിൽ അതായത് ഇതുപോലെ ഇങ്ങനെ മാർക്കിംഗ് ഉള്ളതാണ് ഡയറക്റ്റഡ് എന്ന് പറയുന്നത്. മാർക്കിംഗ് ഇല്ലാത്തത് അൺഡയറക്റ്റഡ് ആയിരിക്കും. അതിനകത്ത് ഒരു നോഡ് എന്ന് പറയുന്നത് റൂട്ട് നോഡ്, അതായത് ടോപ്പ് മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന നോഡിനെ പറയുന്നതാണ് റൂട്ട് നോഡ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ചൈൽഡ് നോഡ്സ് ആണ്. ഇതെല്ലാം ചൈൽഡ് നോഡ്സ് ആണ്. ഇനി ഒരുപാട് ചൈൽഡ് നോഡ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഒരൊറ്റ പാരൻറ്റ് നോഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയുന്നത് ചൈൽഡ് നോഡ്സ് ആണ്. പക്ഷേ ഇത് മൂന്നും ചൈൽഡ് നോഡ്സ് ആണ്. റൂട്ടിൻ്റെ ചൈൽഡ് നോഡ്സ് ആണ് ഇത് മൂന്നും. പക്ഷേ ഇതിനെ ഒരൊറ്റ പാരൻറ്റ് നോഡേ ഉള്ളൂ ഇത്. അതുപോലെ ഇതൊരു ചൈൽഡ് നോഡാണ്. ഇതിൻ്റെ പാരൻ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ഇത് രണ്ടും ചൈൽഡ് നോഡാണ്. ഇതിൻ്റെ പാരൻ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ എണ്ണേ ഉള്ളൂ. അപ്പോൾ ഒരു പാരൻ്റ് നോഡും പിന്നെ ഒരുപാട് ചൈൽഡ് നോഡ്സ് ആണുള്ളത്. ഇപ്പോൾ ചൈൽഡ് നോഡ്സിനെ വേറൊരു പേര് പറയുന്നതാണ് ലീഫ് നോഡ്സ് അല്ലെങ്കിൽ ചൈൽഡ് നോഡ്സ്. അപ്പോൾ ഒരു റൂട്ട് നോഡും ഉണ്ട്, അതുപോലെ മെനി ചൈൽഡ് നോഡ്സിന് വേറൊരു പേരാണ് ലീഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, അപ്ലിക്കേഷൻസ് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഹൈറാർക്കി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ഡാറ്റാസ് തമ്മിലൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്കവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ ഇൻസേർഷനും സെർച്ചിങ്ങും അവിടെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ അപ്ലിക്കേഷൻസ് പറയുന്നത് ഡാറ്റാബേസ് ഡിസൈനകത്ത് യൂസ് ചെയ്യാനും അതുപോലെ ഫയൽ സിസ്റ്റം ഡയറക്ടറീസിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസും അതുപോലെ സിമ്പിളായിട്ടുള്ള ഡാറ്റാസും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ അതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്, അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും. ദെൻ ഇനി വരുന്നതാണ് ട്രീസ് ടെർമിനോളജി. അതാണ് നമുക്ക് ചോദിക്കുന്ന ചോദ്യം. അതിനകത്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് ട്രീസ് ടെർമിനോളജി എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ ഒരു ഡയഗ്രാം കാണാം. ഇതിനകത്ത് കുറേ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റൂട്ട് നോഡ് ABCDEFGH എന്നൊക്കെ പറയുന്ന ഒരുപാട് ചൈൽഡ് നോഡ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടെർമിനോളജി നോക്കാം. അപ്പോൾ റൂട്ട് എന്നാണ് ആദ്യത്തെ ടെർമിനോളജി എന്ന് പറയുന്നത്. അതായത് ട്രീക്കകത്ത് വരുന്ന കുറച്ച് ടേംസുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തെ റൂട്ട്. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? യുണീക്കായിട്ട് നിൽക്കുന്ന ഈ നോഡിനെയാണ് എന്ത് പറയുന്നത്? റൂട്ട് നോഡ്. അതായത് ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫസ്റ്റ് നോഡിനെയാണ് റൂട്ട് നോഡ്. അപ്പോൾ A എന്ന് പറയുന്നതാണ് ഈ ഒരു ട്രീയുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. ഇനി റൂട്ട് നോഡിന് വേറെ പാരൻ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ റൂട്ട് നോഡിൽ നിന്നാണ് പാത്തുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സോഴ്സ് നോഡിൽ നിന്ന് ഡെസ്റ്റിനേഷൻ നോഡിലോട്ട് പോകാനുള്ള വഴിയാണ് പാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ എയിൽ നിന്ന് എഫിലോട്ടുള്ള പാത്ത് എങ്ങനെയായിരിക്കും? ABF ഇങ്ങനെയായിരിക്കും പാത്ത്. അതുപോലെ DG എന്ന് പറയുന്നത് ഒരു പാത്താണ്. DH എന്ന് പറയുന്നത് ഒരു പാത്ത്. അതായത് ഈ ഒരു നോഡിൽ നിന്ന് ഈ നോഡിലോട്ട് പോകുന്ന ആ ഒരു വഴിയാണ് പാത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടേം നോഡ് എന്ന് പറയുന്നത് എന്താ? ഓരോ ട്രീക്കകത്ത് വരുന്ന ഓരോ ഡാറ്റ ഐറ്റമാണ് എന്തെന്ന് പറയുന്നത്? നോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ABCDEFGH ഇതെല്ലാം എന്താണ്? നോഡാണ്. ഇനി എഡ്ജ് എന്ന് പറയുന്നതായിരിക്കും 2 നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എഡ്ജ് എന്ന് പറയുന്നത്. അത് വേറൊരു ടേമാണ്. 2 നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ലീഫ് ഓഫ് എ ട്രീ എന്ന് പറയുന്നത്. ലീഫ് ഓഫ് എ ട്രീ എന്ന് പറയുന്നത് ചൈൽഡ് നോഡ് ഇല്ലാത്തതിനെയാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇവിടെ നോക്കാം, EFGH ഇതിനൊന്നും ചൈൽഡ് നോഡ്സ് ഇല്ല. അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും കണക്ഷൻ പോകുന്നില്ല. അപ്പോൾ ഇതെന്തായി? ഇത് ലീഫ് നോഡായി മാറി. ചൈൽഡ് നോഡ്സ് ഇല്ലാത്തതിന് ലീഫ് നോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ BCD C എന്ന് പറയുന്നതും എന്താണ്? ലീഫാണ്. അതായത് ലീഫ് നോഡാണ്. കാരണം ഇതിന് Cക്ക് വേറെ എക്സ്റ്റൻഷൻ പോകുന്നില്ല, വേറെ നോഡ്സിലോട്ട് പോകുന്നില്ല. പക്ഷേ Bയും D എന്ന് പറയുന്നത് എന്താണ്? ലീഫ് നോഡ്സ് അല്ല, കാരണം അവർക്ക് ചിൽഡ്രൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ലീഫ് നോഡ് എന്ന് പറയുന്നത് എന്താണ്?
ചൈൽഡ് നോഡ്സ് ഇല്ലാത്തതിനെയാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ EFGH എന്ന് പറയുന്നതാണ് ലീഫ് നോഡ്. ഈ ലീഫ് നോഡിനെ തന്നെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ നോഡ്. ചിലപ്പോൾ എക്സ്റ്റേണൽ നോഡ് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരാണ് ടെർമിനൽ നോഡ്. അപ്പോൾ 3 പേരാണുള്ളത്: ലീഫ് നോഡ്, എക്സ്റ്റേണൽ നോഡ്, ടെർമിനൽ നോഡ്. ദെൻ നെക്സ്റ്റ് വൺ നോൺ ടെർമിനൽ നോഡ്. അപ്പോൾ നോൺ ടെർമിനൽ നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ചൈൽഡ് നോഡ്സ് ആയതിനെയാണ് എന്തെന്ന് പറയുന്നത് നോൺ ടെർമിനൽ നോഡ്സ്. ടെർമിനൽ നോഡ്സ് അല്ലാത്ത എക്സെപ്റ്റ്, അതായത് ലീഫ് നോഡ്സ് അല്ലാത്ത, അതായത് ചൈൽഡായിട്ട് വരുന്ന, അതായത് ഇപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? നോൺ ടെർമിനൽ നോഡാണ്. കാരണം എന്താണ്? ബി 2 ചൈൽഡിനെ അവിടെ കൊടുക്കുന്നുണ്ട്, ഇയും എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് നോൺ ടെർമിനൽ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയും ഡിയും ആണ് നോൺ ടെർമിനൽ നോഡ് എന്ന് പറയുന്നത്. ദെൻ റൂട്ട് നോഡ്സും എന്ന് പറയുന്നത് എന്താണ്? നോൺ ടെർമിനൽ നോഡാണ്. കാരണം എ 3 ചൈൽഡിനെയാണ് കൊടുക്കുന്നത്, BCD എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത് നോൺ ടെർമിനൽ നോഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കീ അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് ഓരോ നോഡിനകത്തുള്ള വാല്യൂവിനാണ് എന്തെന്ന് പറയുന്നത്? കീ എന്ന് പറയുന്നത്. അതായത് കീ എന്ന് പറയുന്നത് ഒരു നോഡിൻ്റെ വാല്യൂവിനാണ് എന്തെന്ന് പറയുന്നത്? കീ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിഡീസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു നോഡിൻ്റെ പ്രീവിയസ് ആയിട്ട് കിടക്കുന്നതാണ് പ്രിഡീസസർ. അപ്പോൾ Hൻ്റെ പ്രിഡീസസർ എന്ന് പറയുന്നത് ആരാണ്? D ആണ്. അതാണ് പ്രിഡീസസർ എന്ന് പറയുന്നത്. അതായത് സം പർട്ടിക്കുലർ നോഡ് ഒക്കേഴ്സ് പ്രീവിയസ് ടു സം അതർ നോഡ്. ഒരു നോഡിൻ്റെ പ്രീവിയസ് ആയിട്ട് ആരെങ്കിലും ഒരു നോഡ് ഉണ്ടാവും, അതിനാണ് പ്രിഡീസസർ എന്ന് പറയുന്നത്. ദെൻ പാരൻറ്റ് നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നോഡിൻ്റെ പ്രിഡിസസറിൻ്റെ കാര്യം പറഞ്ഞു, ആ നോഡിനെ പറയുന്ന പേരാണ് എന്ത്? പാരൻറ്റ് നോഡ് എന്ന് പറയുന്നത്. അതായത് Hൻ്റെ പ്രിഡിസസർ എന്ന് പറയുന്നത് ആരാണ്? D ആണ്. അപ്പോൾ Hൻ്റെ പാരൻറ്റ് നോഡ് എന്ന് പറയുന്നത് ആരാണ്? D ആണ്. ദെൻ സക്സസർ എന്ന് പറയുന്നത് ആരായിരിക്കും? പാരൻറ്റ് നോഡ് കഴിഞ്ഞ് പാരൻറ്റ് നോഡിൻ്റെ ചൈൽഡ് നോഡിനാണ് എന്തെന്ന് പറയുന്നത്? സക്സസർ എന്ന് പറയുന്നത്. നോഡ് കംസ് ആഫ്റ്റർ, അല്ലേ? നെക്സ്റ്റ് ടു ദി, ഈ നോഡിൻ്റെ നെക്സ്റ്റ് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സക്സസർ എന്ന് പറയുന്നത്. സക്സസറിനെ പറയുന്ന വേറൊരു പേരും കൂടിയാണ് എന്ത്? ചൈൽഡ് നോഡ് എന്നും പറയുന്നത്. അതാണ് ഇവിടെ സക്സസറും ചൈൽഡ് നോഡ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സിബ്ലിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പാരൻറ്റിന് തന്നെ കീഴിൽ വരുന്ന 2 നോഡ്സ്, അല്ലേ? ഇതാണ് എന്ത്? സിബ്ലിങ്സ് എന്ന് പറയുന്നത്. GH എന്ന് പറയുന്നത് സിബ്ലിങ്സ് ആണ്. ആരുടെ? Dയുടെ, അല്ലേ? Dയുടെ ആണ് ചൈൽഡ് നോഡ്സ് ആണ് GH എന്ന് പറയുന്നത്. ഇവർ രണ്ടും സിബ്ലിങ്സ് ആണ്. അതുപോലെ Bയുടെ ചൈൽഡ് നോഡ്സ് ആണ് EF. അപ്പോൾ ഇവർ രണ്ടും എന്താണ്? സിബ്ലിങ്സ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻറ്റേർണൽ നോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ നോഡ്. അതായത് ഒരു നോഡിനെ അറ്റ്ലീസ്റ്റ് ഒരു ചൈൽഡെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇൻറ്റേർണൽ നോഡ്സ് എന്ന് പറയും. ഇപ്പോൾ ഇതിനകത്ത് ബിക്കകത്ത് 2 ചൈൽഡ് നോഡ്സ് ഉണ്ട്, ഇതിനകത്ത് 2 ചൈൽഡ് നോഡ്സ് ഉണ്ട്. നേരെ മറിച്ച് ഡിക്കകത്ത് ഒരു G എന്ന് മാത്രമുള്ള ചൈൽഡ് നോഡാണെങ്കിൽ ഇതിനെന്തെന്ന് പറയും? ഇൻറ്റേർണൽ നോഡ്. D എന്ന് പറയുന്നത് എന്ത് പറയും? ഇൻറ്റേർണൽ നോഡ് എന്ന് പറയുന്നത് എന്താണ്? ദ നോഡ്സ് വിച്ച് ഹാസ് അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ നോഡ്. ദെൻ ലെങ്ത് ഓഫ് എ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നോഡ്സിനെ കൗണ്ട് ചെയ്യുകയാണ്. അതായത് എഡ്ജസ്, ഒരു പർട്ടിക്കുലർ പാത്ത്, റൂട്ടിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നോഡിലോട്ട് പോകുന്ന പാത്തിനെ പറയുന്നതാണ് എന്ത്? ലെങ്ത് ഓഫ് ദ പാത്ത് എന്ന്. ഇപ്പോൾ ABF എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് 3 ആണ്. അതായത് ABF എത്ര നോഡ് ഇവിടെ ഉണ്ട്? 1 2 3. അതാണ് എന്ത്? ലെങ്ത് ഓഫ് എ പാത്ത് എന്ന് പറയുന്നത്. പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ കൗണ്ട് ചെയ്യേണ്ടത്? നോഡ്സിനെ കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എഡ്ജസിനെ കൗണ്ട് ചെയ്യുക. അതായത് ആ പാത്തിനെ കൗണ്ട് ചെയ്ത് പറയുന്നതാണ് എന്ത്? ലെങ്ത് ഓഫ് എ പാത്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലെവൽ ഓഫ് എ നോഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഡയഗ്രാമത്തിന് തന്നെ കാണാം എന്ത്? A എന്ന് പറയുന്നത് ലെവൽ 1 എന്നാണ്, അല്ലെങ്കിൽ ലെവൽ 0. ഇതിപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെവൽ 1 എന്നാണ്, അല്ലെങ്കിൽ 0 എന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് 3 ലെവലാണുള്ളത്. അതായത് ഇതൊരു ലെവൽ. അതായത് ഓരോ ചൈൽഡ് നോഡ്സ് വരുന്നതിനനുസരിച്ചാണ് എന്തെന്ന് പറയുന്നത്? ലെവലിൻ്റെ എണ്ണം കൂടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ചൈൽഡ് നോഡ്സുകളും വരികയാണെങ്കിൽ ലെവൽ 4 ആയി മാറും. അതാണ് എന്ത്? ലെവൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഡെപ്ത് ഓഫ് എ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം റൂട്ട് നോഡ് ടു എ പർട്ടിക്കുലർ നോഡ്. അതായത് റൂട്ട് നോഡിൽ നിന്ന് പർട്ടിക്കുലർ നോഡിലോട്ട് വരുന്ന എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസിനെയാണ് എന്ത്? ഡെപ്ത് ഓഫ് ദ നോഡ് എന്ന് പറയുന്നത്.